ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മെച്ചം ആനുകൂല്യം കിട്ടാതെ പോകുന്നത് ആർക്കാണ്? പാവപ്പെട്ടവന്റെ മക്കൾക്കാണ്. സ്വകാര്യ സ്കൂളിൽ വൻ തുക, പറയുന്ന തുക ഡൊണേഷനും പറയുന്ന ഫീസും നൽകി LKG UKG 1ാം ക്ലാസ്സിലേക്ക് ഫീസ് ഇന്ന് പല സ്കൂളിലേക്കും കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ അത് കൊടുക്കുന്ന രക്ഷിതാക്കളോടോ നമ്മൾക്കോ അത് വേണ്ട എന്ന് പറയാനാവില്ല. കാര്യം ഈ പണം വാങ്ങുന്ന സ്കൂളുകൾ അവർക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് പാലിച്ചേ പറ്റൂ. മറ്റൊന്നും നടന്നില്ലെങ്കിലും അഡ്മിഷൻ കിട്ടില്ല. KV മാറി നിൽക്കട്ടെ, നവോദയ സ്കൂൾ മാറി നിൽക്കട്ടെ, അവർക്ക് അവരുടേതായ സംവിധാനമുണ്ട്. അധ്യാപകരെ വിലയിരുത്താനുള്ള സംവിധാനമുണ്ട്. അധ്യാപകർക്ക് റേറ്റിംഗ് ഉണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ. അതൊന്നുമില്ലെങ്കിൽ പോലും സ്വകാര്യ സ്കൂളുകൾ കുറഞ്ഞപക്ഷം അടുത്ത വർഷവും കൂടുതൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു മിനിമം ലെവലിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരമാവധി അവരുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആധുനികവൽക്കരണവും വികസനവും സൗകര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെയുള്ളത് ഒരുക്കുകയും ചെയ്യും. ആർക്കാണ് നഷ്ടപ്പെടുന്നത്? അഗെയിൻ, ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം കൊടി പിടിച്ചത്? ഏതൊക്കെ ആൾക്കാരുടെ ആൾക്കാരെയാണോ നിങ്ങൾ കൊടി പിടിപ്പിച്ചത്? അവരുടെ മക്കളെ ഒന്നുകൂടി ഓർക്കണം. സമയമില്ലെങ്കിലും പറയുകയാണ്, ഈ പറയുന്ന പല നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും MLA മാരുടെയും ഒക്കെ മക്കൾ ഇവിടെ പഠിക്കുന്നതെന്നൊരു കണക്കെടുത്താൽ ഇപ്പൊ അറിയാൻ പറ്റും. മാത്രമല്ല, സാർ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വാശ്രയ സമരം നടത്തിയ ആളുകളല്ലേ. അപ്പോൾ അതിനുശേഷം അവർ അതേ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലേ, കുറെ എണ്ണത്തിന് കുരുതി കൊടുത്തിട്ട്. അപ്പോ അത്രയും 5 രക്തസാക്ഷികളും ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയും കിട്ടി. ഇവർ ചിന്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾ അവർ ഇന്നും ഇവർക്ക് കൊടി പിടിക്കാനുണ്ടാവണം. ഇവർ പറയുമ്പോൾ സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ വന്ന് കല്ലെറിയാനും മറ്റു പാർട്ടിക്കാരെ തമ്മിലടിക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് നടക്കാൻ ആളുകൾ വേണം. അതുകൊണ്ടാണ് പുതിയ കാലത്തിന്റെ വിദ്യാഭ്യാസത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ, പിന്നെ 6ാം നൂറ്റാണ്ടിലെ കഥ ഞാൻ പറയുന്നില്ല, അതിനോടൊപ്പം തല മരവിച്ചു പോയ ആളുകൾ വരണം. പ്രജിത്ത്